എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഉഴുന്നുവടയാണ് ഞാനിവിടെ റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി 1 കപ്പ് ഉഴുന്ന് കഴുകി വൃത്തിയാക്കി 4 മണിക്കൂറോളം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിരുന്നതാണിത്. ഇതിനി അധികം വെള്ളമില്ലാതെ ഒന്ന് അരച്ചെടുക്കാം. 1/4 കപ്പ് വെള്ളം മാത്രമേ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇത് ഇതുപോലെ തരിതരിപ്പോടെ ഇരിക്കണം, അങ്ങ് പേസ്റ്റ് പോലെ അരേണ്ട കാര്യമില്ല. അപ്പം മുഴുവൻ ഉഴുന്ന് ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരച്ച് വെച്ച മാവ് ഒരു 5 മിനിറ്റ് എടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോഴാണ് ആ ഉഴുന്നുവടയ്ക്ക് നല്ല ഒരു മയം കിട്ടുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇപ്പോൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പം നമുക്ക് വട ഉണ്ടാക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. വട എപ്പോഴാണോ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അന്നേരം ബാറ്റർ എടുത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അതിലേക്ക് ഇട്ടാലും മതിയാവും. ഇനി ഇതിലേക്ക് അരമുറി സവോള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറുതായി അരിഞ്ഞത്, എരിവിനനുസരിച്ച് പച്ചമുളക്, കറിവേപ്പില ഒന്ന് നുറുക്കിയിടാം, ചെറുതായി അരിഞ്ഞ ക്യാരറ്റ് ഒരു 3 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇവ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. ഒരു നുള്ളു കായം കൂടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നേ. സാധാരണ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ക്യാരറ്റ് ഇടാറില്ല. ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യാറ്. താല്പര്യമാണെങ്കിൽ മാത്രം അത് ആഡ് ചെയ്താൽ മതിയാവും. ഇനി വട ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം കൈ ഒന്ന് നന്നായിട്ട് നനയ്ക്കാം. ശേഷം എത്രയും വലിപ്പത്തിലാണോ വട വേണ്ടത് അതിനനുസരിച്ച് മാവ് എടുക്കാം. എന്നിട്ട് ഈ വിരൽ വെച്ച് ഇതിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ ഒരു ഹോള് ഉണ്ടാക്കാം. ഇനി ഇത് പതുക്കെ ചൂടായ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് കളർ മാറി വരുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയ അടുപ്പിൽ മീഡിയം ഫ്ലെയിമിലാണ് ഞാനിത് വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ ചൂട് ഒത്തിരി കൂടിപ്പോകാതെ ശ്രദ്ധിക്കണം. പെട്ടെന്ന് പുറം അങ്ങ് കരിഞ്ഞു പോവും, പക്ഷേ അകം അധികം വേവത്തുമില്ല. തിരിച്ചും മറിച്ചു വിട്ട് അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇനിയും ഇത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവും ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ വടയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല മൊരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇനി അകം എങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്. ഒരെണ്ണം ഞാൻ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ബൈ.